കോതമംഗലത്ത് ലവ് ജിഹാദിനിരയായി പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്ന് സിറോ മലബാർ സഭ. ഭീകരവാദ ബന്ധമുള്ള പാനായിക്കുളത്ത് പെൺകുട്ടിയെ താമസിപ്പിച്ചതിലും ദുരൂഹതയുണ്ട്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത് രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജുമാണെന്നും സഭ പറഞ്ഞു. യുവതിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. സിറോ മലബാർ സഭയും ഇക്കാര്യം ഉന്നയിച്ചു. ഭീകരവാദ ബന്ധമുള്ള പാനായിക്കുളത്ത് പെൺകുട്ടിയെ താമസിപ്പിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. പാനായിക്കുളം ബന്ധം ദുരൂഹത നിറഞ്ഞതാണ്. നിർബന്ധിത മതപരിവർത്തനവും ഭീകരബന്ധവും സംശയിക്കുന്ന കേസ് NIA അന്വേഷിക്കണമെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ആവശ്യപ്പെട്ടു. ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി പൂട്ടിയിട്ടതും മർദ്ദിച്ചതുമൊക്കെ പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലം ഈ തീവ്രവാദ പരിശീലനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നേരത്തെ നിലയെ കുപ്രസിദ്ധിയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതപരിവർത്തനം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഈ ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. വിഷയത്തിൽ CPM നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ നിർഭാഗ്യകരമാണ്. CPM കുറച്ചുകൂടി മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണം. നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗൗരവമായ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തണമെന്നും സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത് രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജുമാണ്. അവർക്ക് നന്ദി പറയേണ്ടത് സഭയുടെ കടമയാണെന്ന് ഫാദർ ജെയിംസ് കൊക്കാവയലിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാടിനേക്കാൾ കൂടുതൽ വ്യക്തികളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അതിനെ നിങ്ങളൊരു ഇന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇതിൽ പങ്കെടുത്ത വ്യക്തികൾക്ക് അവർക്കൊരു നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും സഭയുടെ കടമയാണ്. ഇതിനകത്തൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സിറോ മലബാർ സഭ വ്യക്തമാക്കി. ജനം, കോട്ടയം.